ടോണി ടോണി ചേട്ടാ എന്താ ഇവിടെ? ടോണി ചേട്ടാ ആര് ടോണി അമ്പട കേമ ടോണി കുട്ട നീ എന്താ ഇവിടെ സപ്ലി എടുത്താന്നായിരിക്കും അല്ലേ? ഞാനേ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കായിരുന്നു. ശരി വിഷമം പറ. ഒരു സുപ്രഭാതത്തിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായിരുന്നു, സപ്ലി ഒക്കെ അടിച്ച് ജൂനിയേഴ്സിൻ്റെ കൂടെ ഇരുന്ന പരീക്ഷയൊക്കെ ഓട്ടെ എഴുതി നോക്ക് കിട്ടുകാരി. സമയമില്ല കേട്ടോ, എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോണേ. ഈ മാറണ ഇതെന്നാത്തിനാ ഇന്ന് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്തായാലും രാവിലെ വന്നപ്പോഴേ കണ്ട കണി കൊള്ളാം. അവനൊക്കെ അതും പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. എൻ്റെ വിഷമം ഞാൻ ആരോട് പറഞ്ഞു തീർക്കാനാ? എങ്ങനെ നടന്നിരുന്ന ഞാനാ എല്ലാം നശിപ്പിച്ച് എന്നെക്കൊണ്ട് സപ്ലി അടുപ്പിച്ച് എൻ്റെ ജീവിതം തന്നെ ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് കുത്തുവാള എടുപ്പിച്ചത് ആ ഒരു ബോംബാണ്, വാട്ടർ ബോംബ്. കഷ്ടം. പലതരം ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരെണ്ണം ഇവൻ മാത്രമേ ഉള്ളൂ. ആരാടാ ഇവൻ? അറിയില്ല. ടോണി മാത്യു, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ. നമ്മളൊക്കെ പഠിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലേ ഇവൻ ജീവിക്കുന്നതേ പഠിക്കാനാണ്. അളിയ പഠിത്തം എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ പഠിത്തമാണ്. ലൈബ്രറി ആശാന് വീട് പോലെയാണ്. 24 മണിക്കൂർ ലൈബ്രറിയിൽ തന്നെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫിസിക്സിൻ്റെ എല്ലാ പുസ്തകങ്ങളും അവന് കാണാപ്പാടോ. അല്ല, നിനക്കെങ്ങനെ ഇവനെ അറിയാം? ഒന്നും പറയണ്ടാ, എൻ്റെ അവസ്ഥയല്ല. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി മാത്രം 4 മണിക്ക് അലാറം ചെയ്തു. പിന്നെ അങ്ങോട്ട് ഒരൊറ്റ പഠിത്തം. എന്ത് പരിപാടിക്ക് പോയാലും കയ്യിലൊരു പുസ്തകമുണ്ട്. ഇവൻ ജനിച്ചത് തന്നെ പഠിക്കാൻ വേണ്ടിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളെ പോലുള്ള ഉഴപ്പന്മാരൊക്കെ കാണുന്നതേ പുച്ഛമാണ്. എങ്ങോട്ട് എത്ര നേരത്തെ സമയം 7 മണിയായി. വേഗം കുളിച്ചിരിക്കും, വരാന്ന്. അവനൊരു വലിയ പഠിപ്പിച്ചിട്ട് അവൻ്റെ വിചാരം എല്ലാം തികഞ്ഞാണ്. പക്ഷെ ആർക്കൊരു വിലയില്ല. അതല്ല. ഓ പിന്നെ അവൻ്റെ ഒരു പഠിത്തം. നാളെ അവൻ IAS പരീക്ഷ ഒന്നുമില്ലല്ലോ. എൻ്റെ ആളിയാ പഠിച്ചിട്ടും ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടും ഇവിടെ ആരും വലിയ മഹാമാരൊന്നും ആയിട്ടില്ല. അളിയ, ഈ 24 മണിക്കൂറും പുസ്തകം കൊണ്ട് നടക്കുന്നതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താ ഒരു ത്രില്ല്? മറ്റേ സീൻ കഴിഞ്ഞാൽ
അനന്തതയുടെ വിഹായത്തിൽ അറിവിൻ്റെ നിധിശേഖരം തേടി നടക്കുന്ന ഒരു പിഞ്ചു പൈതലാണ്. അന്തരാത്മാവിൻ്റെ ആന്തോളനത്തിൻ്റെ പ്രതിഫലനമാണ് ഞാൻ അവനെ നിരീക്ഷിക്കുന്നത്. രാത്രിയുടെ മഹായാമങ്ങളിൽ പോലും നിദ്രയില്ലാതെ അവൻ അലയുകയാണ്. അത് വലിയ രോഗി. ഇവന്മാരെ പോലെയുള്ള ലോക തോൽവികൾ അങ്ങനെ പലതും പറയും, പക്ഷെ വിജയം അതെനിക്കുള്ളതാണ്. Okay, students, now you can start writing. ആഹാ, പൊളിച്ച്. എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസ്. ഇത്ര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. യെസ്. ഇന്ന് ഞാനൊരു കലക്ക് എൻ്റെ മോനെ. കർത്താവേ, കുഴപ്പമാവൂ? ഇല്ലായിരിക്കും. കർത്താവേ, ഇത് കുഴപ്പമാവും. രാവിലെ ഞാൻ മൂത്രം ഒഴിച്ചിട്ടാണല്ലോ വന്നേ, പിന്നെ ഇപ്പോൾ ഇതെന്താ? എൻ്റെ അമ്മോ, ഇതെന്തൊരവസ്ഥ! ഈശ്വര, എന്തിനീ പരീക്ഷണം? എക്സാം മുഴുവൻ എഴുതി തീരുന്നതിന് മുമ്പ് ബോംബ് പൊട്ടല്ലേ എൻ്റെ ദൈവമേ. ഒരു ഭാഗ്യപരീക്ഷണം നടത്തി സാറിനോടൊന്ന് ചോദിച്ചാൽ. You idiot! നിനക്ക് മൂത്രം ഒഴിക്കണം, നീ എക്സാം
Either you sit here or get out. വേണ്ട, സാറിനോട് ചോദിക്കണ്ട. അയ്യോ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ, നാറ്റക്കേസ് ആക്കല്ലേ കർത്താവേ. അയ്യോ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ, ദൈവമേ എൻ്റെ എക്സാം പൊട്ടിക്കല്ലേ. പണ്ടാരോടാ ഞാൻ, ഇനി എന്താണോ ദൈവമേ. ടോണി താണ്ടെ ഇവിടെ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടില്ല. മതിയോ സാർ? ആ ഓക്കെ ഓക്കെ ഓക്കെ, മറ്റെന്തെങ്കിലും? ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ. സ്വർഗം, ആശ്വാസായി. എന്നാലും എൻ്റെ ദൈവമേ, എക്സാം ഇത്ര ഈസി ആയിരുന്നിട്ടും നീ എനിക്ക് ഈ പണി തന്നെ തന്നല്ലോ. ഹായ് ഗേൾസ്, എന്താണോ? അയ്യേ